ചേട്ടൻ തീർക്കണാണ്. ഞാനേ ആ സൈറ്റിൽ പൈസ കൊടുത്തതിന്റെ കണക്കിലേ ചെറിയൊരു വ്യത്യാസം. അപ്പൊ അതൊന്നും നോക്കണിരുന്നു. എന്താണ്? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. കളിയാക്കുവെന്നാ? എന്താണ് പറ. സത്യല്ലേ? സത്യമായിട്ടും കളിയാക്കൂല. കാര്യം പറ. അതെ, എന്റെ മകളുടെ ഒരു ആഗ്രഹമാണ്. സാധിച്ചല്ലോ? നീ പറ, എന്നെ കൂടെ പറ്റുന്ന സാധിച്ചു. അതില്ലേ, എനിക്ക് മസാല ദോശ തന്നെ കൂടിയാവുന്നു. മസാല ദോശ സത്യം പറ, ഗർഭിണികൾക്കെല്ലാം ഒരു ഇങ്ങനെ വല്ലാത്തൊരു പൂതിയല്ലേ മസാല ദോശ. ഞാനിടക്ക് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, നീ എന്താണ് മസാല ദോശയുടെ കാര്യം പറയാത്തേന്ന്. വാങ്ങിത്തരോ മസാല ദോശ? ഇപ്പൊ തന്നെ കൊണ്ടുപോവാ? ഇപ്പൊ തന്നെ വേണം. അവനോട് പറഞ്ഞു വേണം. എന്നൊരു കാര്യം ചെയ്യും, അവനോട് പറ. നീ ഇപ്പം പഠിക്കുന്ന തരാം. ഏതാ ഇപ്പൊ തന്നെ പഠിച്ചിട്ട് തരാം. അതെ, അച്ഛൻ ഇപ്പൊ മസാല ദോശ കൊണ്ടുവരാട്ടാ, കഴിക്കാം. അല്ല തന്നെ, അവനെത്ര ധൃതി പിടിച്ച് എങ്ങാട്ടാണ് പോയത്? അതിലല്ലേ, വേറൊന്നല്ല, എനിക്ക് മസാല ദോശ കഴിക്കാൻ കൊതിയാണ്. അതിന് ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ മേടിക്കാൻ പോയേക്കണേന്ന്. അയ്യോ, മസാല ദോശ കഴിക്കാൻ കൊതിയാ. അങ്ങനെ മസാല ദോശ കഴിക്കണമെങ്കിലേ വീട്ടിലുണ്ടാക്കി കഴിച്ചാ പോരെ. ഫ്രിഡ്ജില് മാവിരിപ്പുണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് എടുത്ത് മസാല കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ കഴിച്ചാ പോരെ. അതാണ് മസാല ദോശ എന്ന് പറയുന്നത്. ഇത് കടയിൽ കഴിച്ചാല് വാക്കുകൾ തിരുവള്ള. അതല്ലമ്മേ, നമ്മൾ ഉണ്ടാക്കുന്നതും കടയിലത്തേക്കും വേറെയാണല്ല. അതാ ഞാൻ അങ്ങനെ ചേട്ടനോട് പറഞ്ഞേ. ഇത് കെട്ടിയോന്റെ പൈസ കളയാനുള്ള അടവാണ്. ഇപ്പൊ ഗർഭിണിയായി കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്. എന്തെങ്കിലും കഴിക്കണം. ഇതാകുമ്പോൾ ട്യൂഷനാണല്ല, കെട്ടിയമ്മ എന്തായാലും മേടിച്ചെടുക്കും, വീട്ടുകാരും മേടിച്ചെടുക്കും. പക്ഷേ അതൊന്നും ഇവിടെ നടക്കൂലട്ടാ. ഇപ്പൊ എന്റെ മോക്ക് വിശേഷം ഒട്ടിക്കല്ല, അവള് ഇതേപോലെ കെട്ടിയാനോടും പറയണില്ല. ഇപ്പൊ ഞാൻ വിളിക്കാറുണ്ട്, എന്നോടും പറയാറില്ല, അവിടുത്തെ അമ്മനോടും അച്ഛനോടും ഒന്നും പറയാറില്ല. ഇതേ ചൂഷണം ചെയ്യൽ തന്നെയാണ്. ഇതൊന്നും ഇവിടെ വേണ്ടട്ടാ. ഇപ്പൊ തന്നെ അവനെ മസാല ദോശക്ക് വേണമെന്ന് പറഞ്ഞു വിട്ട് അവൻ ഇത്ര ധൃതി പിടിച്ച് പോയത് വേണ്ട. അപ്പൊ ഓണോഴിക്ക് അവൻ എന്തെങ്കിലും പറ്റിയാല ഓരോരോ വാക്കുകള് ഇത് പോരണം. ഇനിയിപ്പോ നാളെ എന്തിട്ടായിരിക്കും? ആഗ്രഹം കൊണ്ട് പറഞ്ഞാണമ്മേ. ഈ വകയിലെ ആഗ്രഹങ്ങളൊന്നും വേണ്ട. ഇപ്പോഴേ മനസ്സിലെടുത്ത് കളഞ്ഞേക്ക്. ഈ വക ആഗ്രഹങ്ങളൊന്നും വേണ്ടട്ടാ. അത് ഇപ്പോഴേ മനസ്സിലെടുത്ത് കളഞ്ഞേക്ക്, വെറുതെ കാശ് നശിപ്പിക്കാനായിട്ട്. ഇന്ന് പറഞ്ഞത് പറഞ്ഞു, ഇത് ഞാൻ ക്ഷമിച്ച്. ഇനി മേലാല് അവനോട് ഇതേപോലത്തെ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞ് എന്റെ ചെക്കനെ ഇട്ട് ഓടിക്കാൻ നിൽക്കരുത്. ഞാനിതേ പറഞ്ഞെന്ന് ഇനി അവനോടും പറയാൻ നിൽക്കരുത്. മനസ്സിലായാ? ഇല്ലമ്മേ, ഞാനൊന്നും പറയണില്ല.